ഇന്ന് നാം ഓർക്കേണ്ടത് 1400 ചില്ലാനം വർഷം മുൻപ് തെക്കേ അറേബ്യയിൽ നടന്ന ഒരു പോരാട്ടമാണത്. എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരരായ വലിയൊരു വിഭാഗം സൈനികരാണ്. എന്നിട്ടും എന്തേ ഇന്ന് നമുക്ക് ആ 300 ചില്ലാനം പടയാളികളുടെ പേരുകൾ, അവരുടെ പിതാവാര്, ഓരോ പോരാളിയുടെയും കുടുംബം, പൈതൃകം, താവഴി ഏത് നമുക്കിന്നറിയാം. മനപ്പാടമായി 300 ചില്ലാനം പോരാളികളുടെ വിശുദ്ധമായ നാമങ്ങൾ ഇന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ലോക ചരിത്രത്തിൽ ചരിത്ര രേഖയ്ക്ക്, ആസൂത്രണത്തിന്, എഴുതാനും പറയാനും ഇത്രയധികം സാഹസപ്പെട്ട പല സമൂഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 100, 200, 300 കൊല്ലം മുൻപ് നടന്ന ഒരു പോരാട്ടത്തിൽ പങ്കെടുത്ത പോരാളികളിൽ ഒരു 10, 25 ആളുകളുടെ പേരെങ്കിലും തെറ്റുകൂടാതെ പറയാൻ ഇന്ന് ചരിത്രത്തിന് കഴിയുന്നുണ്ടോ? ഒന്നാം ലോക മഹായുദ്ധവും അതുപോലെ വലിയ വലിയ പോരാട്ടങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ പോർക്കളത്തിലെ പ്രധാന നായകന്മാർ ആരൊക്കെ, എവിടെയൊക്കെ എന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ വിസ്തൃതമായ കാഴ്ചപ്പാടുള്ള ആധുനിക കാലത്ത് പോലും വല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. അതേ സമയത്ത് ഇതെല്ലാവരും അത്ഭുതത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 1500 കൊല്ലം മുമ്പ് അറേബ്യയിൽ നടന്ന ഒരു പോരാട്ടത്തിൽ തിരുനബിയുടെ കൂടെ പങ്കെടുത്ത മുഴുവൻ സഖാക്കളുടെയും പേരുകൾ 300 ചില്ലാനം അസ്ഹാബുൽ ബദരിയീൻ നമുക്കിന്ന് മനപ്പാടമാണ്. ബി സയ്യിദിന മുഹമ്മദിൻ വബി സയ്യിദിന അബീ ബക്കർ വബി സയ്യിദിന ഉമർ വബി സയ്യിദിന ഉസ്മാൻ വബി സയ്യിദിന അലിയിൻ, അങ്ങനെ അങ്ങ് തുടർന്ന് വബി മാലിക്കിൻ വബി മാലിക്കിൻ വബി മാലിക്കിൻ വബി ജാബിരിൻ വബി ജാബിരിൻ വബി ജാബിരിൻ വബി സാബിത്തിൻ വബി സാബിത്തിൻ വബി സാബിത്തിൻ. ആ വിശുദ്ധരായ മഹാന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവുമായുള്ള നമ്മുടെ സ്നേഹ സമ്പർക്കത്തെ ശക്തിപ്പെടുത്തുമ്പോൾ നാം അറിയണം, ഹ്രസ്വമായി ചുരുക്കി പറയുന്നതാണ് അങ്ങനെ. ചരിത്രത്തിലേക്ക് പോയാൽ അങ്ങനെയല്ല. വബി ജാബിരിൻ, എത്ര ജാബിറുമാർ പങ്കെടുത്തു, ഓരോ ജാബിറുമാരുടെയും പിതൃപരമ്പരയേത്, കുടുംബമേത്, വിശദമായ ഒരു രേഖ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഇതുമാത്രം പോരെ ബദരീങ്ങൾ എന്ന പോരാളികൾക്ക് ഇസ്ലാമിക സമൂഹം നാളിതുവരെ കൊടുത്ത ബഹുമതി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. കുന്നാ നുഅല്ലിമു സുബ്യാനനാ മഗാസിയ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ നുഅല്ലിമുഹും സൂറത്തൻ മിനൽ ഖുർആൻ. തിരുനബി തങ്ങൾ പങ്കെടുത്ത പോർക്കളത്തിലെ കഥകളും ചരിത്രങ്ങളും, വീരമൃത്യു വരിച്ച മഹാത്മാക്കളായ രക്തസാക്ഷികളുടെ കഥകളും വർണ്ണനകളും ഞങ്ങളുടെ പിൻതലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതേ, പോരാട്ടത്തിൻ്റെ ചരിത്രം മറക്കരുത്. പോർക്കളങ്ങളിൽ ഉറ്റുവീണ രക്തത്തിൻ്റെ ഊർജത്തിൽ നിന്നാണ് ഈ സമുദായം ആവേശം പകർന്നത്. അവരുടെ പേര് മറക്കാനുള്ളതല്ല, സ്മരിക്കാനുള്ളതാണ്. ഞങ്ങൾ തിരുനബിയുടെ പോർക്കളങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും പേരുകളും ഞങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. എങ്ങനെ? കൊല്ലത്തിലൊരിക്കലല്ല. കമാ നുഅല്ലിമുഹും സൂറത്തൻ മിനൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലുള്ള ഒരധ്യായം ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന പ്രാധാന്യത്തോടെ തന്നെ ബദരീങ്ങളുടെ ചരിത്രവും പേരും ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് പറയുന്നത് ആരാണ്? അതെ, പിൽക്കാലത്ത് പേർഷ്യ, റോമൻ സാമ്രാജ്യങ്ങളെ വിറകൊള്ളിച്ച സൈന്യാധിപനായ സയ്യിദന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. എങ്കിൽ അവരാണ് ബദരീങ്ങൾ, അവരാണ് ബദറിലെ ധീരസേനാനികൾ. അവരെ ഓർക്കാതെ, അവരെ അനുസ്മരിക്കാതെ, അവരിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാതെ, അവരിൽ നിന്ന് ആധ്യാത്മികവും ഭൗതികവുമായ മദതുകൾ, കടാക്ഷങ്ങൾ സ്വായത്തമാക്കാതെ ഈ പ്രസ്ഥാനത്തിന് ഒരടി മുൻപോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ദീനിൻ്റെ അകവും പുറവും അടുത്തറിഞ്ഞ മഹാത്മാക്കൾ ബദരീങ്ങളോടുള്ള ഹുബ്ബ് നിലനിർത്താൻ അവരുടെ പേരും പെരുമയും പറയുന്ന രീതി വിശുദ്ധ ഖുർആൻ തന്നെയാണ് സാക്ഷി. 30-ലധികം വചനങ്ങൾ ബദർ യുദ്ധ ചരിത്രവും ആവിഷ്കാരങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്.